ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. സാർ, ബൗണ്ടറി മാർക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഷോ മീ. സാർ, ഇതാണ് നോർത്ത് ബൗണ്ടറി. ഇവിടെയാണ് മുനിസിപ്പൽ റോഡ് കണക്ട് ചെയ്യുന്നത്. ഡ്രോയിങ് പ്രകാരം മെയിൻ എൻട്രി ഇവിടെയാണ്. സൗത്ത് സൈഡ് റെസിഡൻഷ്യൽ പ്ലോട്ടാണ്. ഈസ്റ്റ് പ്ലോട്ട് കനോലി കനാൽ. ഡ്രെയിനേജ് സിസ്റ്റം അവിടേക്കാണ് കണക്ട് ചെയ്യുന്നത്. സോറി സാർ. ഇറ്റ്സ് ഓക്കെ. ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ലാൻഡ് ആണ്. കുറച്ച് ഭൂമി ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. സാർ, അപ്രോച്ച് റോഡ് വൈഡനിങ്ങിനുള്ള പെർമിഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയാൽ മാത്രമേ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്തതാണ്. നോ ഇഷ്യൂ. ഇന്ന് തന്നെ ഒഫീഷ്യലായിട്ട് അയക്കാൻ പറയാം. താനാ ഫോൺ എടുക്കടോ. എന്നാ പിന്നെ അത് കഴിഞ്ഞില്ലേ? സോറി സാർ. ഹലോ ഹലോ ജെസിലെ, ഞാൻ മനഫാടാ. മനസ്സിലായി, പറ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ലേ? എന്നിട്ടാണോ 12 മിസ് കോള്? പിന്നെ മനു, ഞാനിവിടെ ഓഫീസിലാണ്. എനിക്കിവിടെ നല്ല ജോബ് പ്രഷറുണ്ട്. അതിനിടയിലാണ് നിന്റെ ചുമ്മാ വിളി. അത് വഴിയൊന്ന് കാണാൻ പറ്റുമെന്നറിയാം. പറ്റില്ല മനു, ഞാൻ നല്ല ബിസിയാണ്. മനസ്സിലായില്ലേ? നിർബന്ധമാണെങ്കിൽ സൺഡേ മീറ്റ് ചെയ്യാം. ഓക്കെ? സൺഡേയോ? എടാ, ഒരു 10 മിനിറ്റ് മതി പ്ലീസ്. 10 മിനിറ്റ് അല്ല വിഷയം. എനിക്കിപ്പോൾ ഓഫീസിൽ നിന്നൊന്നും ഇറങ്ങാൻ പറ്റൂല. ഓക്കെ, ശരിയാടാ. ഹലോ ഹലോ മനു, ഒരു കാര്യം ചെയ്യ്. ഞാൻ ഓഫീസ് കഴിഞ്ഞ് അതുവഴി വരാം. നീ ആ ബീച്ച് പാർക്കിൽ വെയിറ്റ് ചെയ്യ്. നീ എപ്പോഴാ എത്തുക? അങ്ങനെ കറക്റ്റ് സമയമൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും 5 മണി കഴിയും. ഓക്കെ? ഓക്കേടാ, താങ്ക് യു. സോറി സാർ, എൻ്റെ ഒരു സുഹൃത്താ. രാവിലെ തൊട്ടേ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യം? ഏയ്, അങ്ങനൊന്നുമില്ല. എൻജിനീയറിംഗ് കഴിഞ്ഞെങ്കിലും പലവിധ ബിസിനസ് പ്ലാനുകളായിരുന്നു. സത്യം പറഞ്ഞാൽ ലൈഫിൽ ഇപ്പോഴും സെറ്റായിട്ടില്ല. എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയായിരിക്കും. അതാ ഞാൻ പിന്നെ. ഒരാൾ തകർന്നിരിക്കുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്. അവഗണന സ്വാഭാവികമായും അയാൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നുകൂടി അതുണ്ടായ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ലടോ. നീ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ടപ്പ് അല്ലേ, അവൻ്റെ ബയോഡാറ്റ വാങ്ങി ഇവിടെ HR ഏൽപ്പിക്കും. ഓക്കെ. അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യട്ടെ. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ അവനെ പ്ലേസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഷുവർ സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ ഇന്നവനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ശരി. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് ഡു അവർ ബെസ്റ്റ്. ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും രക്ഷപ്പെടാൻ നമ്മളൊരു നിമിത്തമായാലോ. വി ഹാവ് ടു തിങ്ക് ദാറ്റ് വേ. ശരിയാണ് സാർ. ഞാൻ അത്ര ആഴത്തിലേക്കൊന്നും ചിന്തിച്ചില്ല. നാളെ തന്നെ ബയോഡാറ്റ ഞാൻ HR ഏൽപ്പിക്കാം. ഓക്കെ, ഈ റിപ്പോർട്ട് സർവേ ടീമുമായി ഇരുന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തോളൂ. ഓക്കെ, ഷാൾ ഐ മൂവ്? യെസ്, യു മേ. താങ്ക് യു സാർ. വാ. ഹായ് മനു. എനിക്ക് പറ, എന്തൊക്കെയാണ് നിന്റെ വിശേഷം? സുഖമായിട്ട് പോണു. രാവിലെ തൊട്ട് നിന്റെ കോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഫോൺ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണ്ടേ? ഞാൻ കരുതി എല്ലാരെ പോലെ നീയും. എൻ്റെ ഫോണൊന്നും ഇപ്പം ആരും എടുക്കാറില്ല. ഇന്നത്തെ ദിവസം നിന്നെക്കാളേറെ ബിസിയാണ് ഞാൻ. ആഹാ, അതെന്തു പറ്റി? എനിക്കേറെ പ്രിയപ്പെട്ട വീടും നാടും നാട്ടുകാരെയും കുടുംബക്കാരൊക്കെ വിട്ട്
ഞാനൊന്ന് പറക്ക അങ്ങ് കുവൈത്തിലേക്ക്, പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി. അതിനു മുമ്പ് നിന്നൊന്ന് കാണണമെന്ന് തോന്നി. റിയലി? ദാറ്റ്സ് ഗ്രേറ്റ് മാൻ. ഗ്രേറ്റ്. ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മനസ്സുകൊണ്ടൊന്നും ആഗ്രഹിച്ചതല്ല. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വേറെ നിവൃത്തിയില്ല. കുറ്റപ്പെടുത്തലുകൾ കേട്ട് മടുത്തു. പാഷൻ്റെ പുറത്ത് ഒരുപാട് ബിസിനസ് ചെയ്തു. എല്ലാം കയ്യിൽ നിന്ന് പോയി. കുറെ കാശും കൂടെ കുറെ സമയവും. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഈ ദിവസങ്ങളും കടന്നു പോകും. ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അത് നമ്മുടെ സ്കൂൾ കാലഘട്ടം. വേർതിരിവും വകതിരിവും ഇല്ലാത്ത കാലഘട്ടം അല്ലേ? ആ കാലത്തേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ല. എന്നാലും ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സുഖ. സംസാരിക്കാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. കുറേ മുഖങ്ങളും അവർ തന്നിട്ട് പോയ കുറേ ഓർമ്മകളും. ഇന്നാർക്കും ആരെയും കുറിച്ച് ചിന്തിക്കാൻ സമയം. എല്ലാവരും അവരവരുടെ ലോകത്ത് ബിസിയായിപ്പോയി. നമ്മൾ തന്നെ കണ്ടിട്ടിപ്പോൾ 2 വർഷമായി. 2 വർഷം കഴിഞ്ഞു. പോട്ടെ, സമയമില്ല. സംസാരിച്ചിരുന്ന ഇന്ന് പോക്ക് നടക്കൂല. രാത്രി 12 മണിക്ക് ഫ്ലൈറ്റാ. ഹാക്കിംഗ് ഒക്കെ പെൻഡിങ് ആണ്. കണ്ണും ചിമ്പി ഒരു പോക്ക്. അവിടെ ചെന്നിട്ട് എന്ത്, എങ്ങനെ, ഇനിയൊരു മടങ്ങി വരവ് എപ്പോ, ഒന്നും ഒരു നിശ്ചയമില്ല. പോകുന്നതിന് മുമ്പ് നിന്നൊന്ന് കാണണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നി. അതാ ഒരുപാട് തവണ ഇങ്ങനെ വിളിച്ചു ഉറപ്പിച്ചത്. സോറി. അല്ലടാ, അപ്പോ ജോബ്? അവിടെ ചെന്നിട്ട് നോക്കണം. എതുമ്പൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാമനൊരു വിസ കൊടുത്തയച്ചതാ. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാം ശരിയായി വരട്ടെ. ശരിയായി വരും ഇൻഷാ അല്ലാഹ്. എടാ, ഞാനെന്തെങ്കിലും സന്തോഷമായി. പോട്ടടാ. എടാ, ഞാനവിടെ ചെന്നിട്ട് വല്ലപ്പോഴൊക്കെ വിളിച്ചാ നീ ഫോൺ എടുക്കൂലേ? എന്താടാ